അമ്മമാർക്കെല്ലാം ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഇതുകൊണ്ട് ഗ്യാസ് സിലിണ്ടർ ക്യാരി ചെയ്യാൻ പറ്റുന്ന ടൂൾ ഉണ്ടാക്കി എടുത്താലോ. ഇതുണ്ടാക്കാൻ ഞാൻ ആദ്യം 4 കമ്പി പട്ടകൾ എടുത്തിട്ടുണ്ട്. ഇനി ഇവ 4ന്റെ മുകളിൽ നമുക്കൊരു ഹോൾട്ട് കൊടുക്കാം. എൻ്റെ ഇത്രയും വലിയ ഡ്രില്ലിംഗ് മെഷീൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടുത്തുള്ള വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ വന്നിട്ട് 4ന്റെ മുകളിൽ ഒരു ഹോൾട്ട് എടുത്തു. ഇനി ഇത് കണക്കൊരു 1:1 സ്ക്വയർ ട്യൂബ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ക്വയർ ട്യൂബ് നമുക്കൊരു 18 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് വെച്ച് സ്ക്വയർ ട്യൂബ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഹോൾട്ട് എടുത്തുകൊണ്ട് വന്ന എല്ലാ കമ്പിപ്പട്ടകളുടെ നീളം ഒരു കണക്കാക്കുകയാണ്. എല്ലാം 3.5 ഇഞ്ച് നീളത്തിലോട്ട് മാറ്റുകയാണ്. അടുത്തായിട്ട് ഇത് കണക്ക് 1.25 ഇഞ്ച് നീളത്തിൽ 2 കമ്പി കഷ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഹോൾട്ട് എടുത്ത് കമ്പിപ്പട്ടയുടെ മുകളിലോട്ട് വെച്ച് വെൽഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിൽ ഇത് കണക്ക് അടുത്ത ഹോൾട്ട് ഒരു കമ്പിയുടെ വെച്ച് വെൽഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഹോളിലുള്ള കമ്പിപ്പട്ടകൾ ഉപയോഗിച്ച് ഞാൻ ഇത് കണക്ക് 2 ക്ലാമ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത സ്ക്വയർ ട്യൂബിൻ്റെ മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത 2 ക്ലാമ്പുകളും ഇത് കണക്ക് വെച്ച് വെൽഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആക്രിക്കിടെ ഞാൻ ഇത് കണക്ക് 2 ടയർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീൽ ചെയറിനൊക്കെ വരുന്ന ടയറാണ്. ഇനി ഈ ഒരു ടയർ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ക്ലാമ്പിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടയർ കയറി കിടക്കുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ക്ലാമ്പ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ടയർ കയറി കിടക്കുന്ന കമ്പി ഊരിപ്പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് 2 സൈഡിലും സ്പോട്ട് അടിച്ച് കൊടുക്കാം. ഇനി ഈ ഒരു ടയർ ഇത് കണക്ക് സ്മൂത്തായിട്ട് ഇതിനകത്ത് ഇടുന്ന് കറങ്ങിക്കോളും. ഇത് കണക്ക് നമുക്ക് അടുത്ത സൈഡിലും അടുത്ത ടയറൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ്ട് ഇതേ ഷേപ്പിൽ ഇത് കണക്ക് സ്മൂത്തായിട്ട് വർക്ക് ചെയ്തോളും. ഇനി ഞാൻ ഇത് കണക്ക് ഒരു നീളം കൂടിയ സ്ക്വയർ ട്യൂബിൻ്റെ പീസ് കൂടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ട്യൂബ് നമുക്ക് 45 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഈ സ്ക്വയർ ട്യൂബ് നമ്മൾ വീല് ഫിറ്റ് ചെയ്ത് സ്ക്വയർ ട്യൂബിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ചിട്ട് വെൽഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് കണക്കൊരു ഷേപ്പിലായിട്ടുണ്ട്. അപ്പോൾ ഇത് കണക്കുള്ള വണ്ടികൾ കുഞ്ഞിലെ ഉണ്ടാക്കി കളിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഇതിന് ഹാൻഡിൽ ഉണ്ടാക്കി എടുക്കാനായിട്ട് ഞാൻ കണക്കൊരു കമ്പിയുടെ പട്ട വളച്ചെടുത്തിട്ടുണ്ട്. അതിന് മുകളിലോട്ട് ഈ റൗണ്ട് കമ്പി വെച്ചിട്ട് നമുക്ക് വെൽഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഹാൻഡിൽ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന വണ്ടിയുടെ മുകളിലോട്ട് ഇത് കണക്ക് വെച്ചിട്ട് വെൽഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അതിൻ്റെ ഹാൻഡിലൂടെ ഫിറ്റ് ചെയ്ത് നമ്മളതിന് ഈ ഒരു ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി 3 ഇഞ്ച് നീളത്തിൽ ഞാൻ ഇത് കണക്ക് ഒരു എൽ ഷേപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മളെടുത്ത് വലിയ സ്ക്വയർ ട്യൂബിൻ്റെ ടയർ ഭാഗത്ത് നിന്നും 18 ഇഞ്ച് മുകളിലായിട്ട് വെൽഡ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് ഇത് കണക്ക് 6 ഇഞ്ച് നീളത്തിൽ 2 സ്ക്വയർ ട്യൂബ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇവ നമുക്ക് ടയറിൻ്റെ അവിടെ നിന്നും 2 ഇഞ്ച് അകത്തോട്ട് മാറി വെൽഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ ടയറിൻ്റെ അവിടെ വെൽഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനിത് മൊത്തത്തിലാണ്ട് ഈ ഒരു ഷേപ്പിലാക്കി ഇതെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്യാം. ഇത് പെയിൻറ്റ് ചെയ്യാനായിട്ട് എൻ്റെ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. ഇതിന് ഫുള്ളി ഞാൻ ബ്ലാക്ക് കളർ അപ്പോക്സിയാണ് അടിച്ചു കൊടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അങ്ങനെ ഞാൻ അടിച്ചെടുത്ത പെയിൻ്റ് എല്ലാം ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഓപ്പൺ ആയിട്ടിരിക്കുന്ന സ്ക്വയർ ട്യൂബിൻ്റെ മുകൾ ഭാഗം നമുക്ക് എൻഡ് ക്യാപ്പ് ഇട്ട് അടച്ചെടുക്കാം. ഇത് ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഗ്യാസ് സിലിണ്ടറിൻ്റെ ഹാൻഡിലോട്ട് ഇത് ലോക്ക് ചെയ്ത ശേഷം ഒന്ന് മലത്തിയെടുത്താൽ മതി. പിന്നെ സിലിണ്ടർ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. ഇത്രയും വലിയ ടയർ കിടക്കുന്നതുകൊണ്ട് തന്നെ വീടിനകത്തെ കട്ടളപ്പടി ഒന്നും വലിയ പ്രശ്നമായിട്ട് വരുന്നില്ല. പിന്നെ വലിച്ചെടുക്കാൻ അത്യാവശ്യം ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്കിത് സ്റ്റെപ്പിനകത്തൂടെ നമുക്ക് വലിച്ചു കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഗ്യാസ് സിലിണ്ടർ ക്യാരിയർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.